ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ ജാമാണ്. അപ്പോൾ മരത്തിലിരുന്ന് ഞാൻ പപ്പായ പറിക്കുകയാണ്. പപ്പായ ട്ടാ. ഓക്കെ, ഈ പപ്പായ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പപ്പായ ജാം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹലോ ഗൈസ്, ഞാൻ നമ്മുടെ പപ്പായ കട്ട് ചെയ്യാണ്. ഞാൻ പപ്പായ കട്ട് ചെയ്ത് ഇനി അടുപ്പിൽ വെക്കാൻ പോവാണ്. അതിൻ്റെ ഒപ്പം വെള്ളം വെച്ചിട്ട് വേവാനുള്ള വെള്ളം വെച്ചാൽ മതി കേട്ടോ. കുക്കറിലും വെക്കാം. ഞാൻ കുറെ കൂടുതൽ ഉണ്ടായതുകൊണ്ട് ഞാൻ അടുപ്പിലാണ് വെക്കുന്നത്. അത് പപ്പായ നന്നായിട്ട് വേവിക്കണം. വേവിച്ചിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കണം. ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ നമ്മുടെ പപ്പായ പച്ച പപ്പായ ആണല്ലേ, അത് വേവിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, അതിന്റെ സ്മെല്ല് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഫുഡ് കളർ ആഡ് ചെയ്യാൻ. അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഓറഞ്ച് കളർ ഫുഡ് കളറാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മുടെ ഇതിന്റെ കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളർ ആഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് ഞാനത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നല്ല സ്മെല്ല് വരും. വാനില എസൻസിന്റെ സ്മെല്ലും ഇതൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിന്റെ വെള്ളം വറ്റുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ പപ്പായ ജാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു കുറച്ച് മുന്തിരി, നമ്മുടെ ഉണക്കമുന്തിരി കിസ്മിസ് കുറച്ച് ഞാൻ ഇതിലേക്ക് ഇടുക കേട്ടോ. അത് നോക്കാം. കുറച്ച് നെയ്യ് ഇട്ടിട്ട്, നെയ്യ് ചൂടാകുമ്പോൾ കുറച്ച് നെയ്യ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. നെയ്യ് ചൂടാകുമ്പോൾ നമുക്ക് മുന്തിരി അണ്ടി വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. വെറും മുന്തിരി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത് മുന്തിരി ഇതിൽ ആഡ് ചെയ്ത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ള ജാമായി വന്നിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഓറഞ്ച് കളറാട്ടോ. വീഡിയോയിൽ ഇങ്ങനെ കുറച്ചൊരു യെല്ലോ ആയിട്ട് കാണുന്നുണ്ട്, ക്യാമറയിൽ അങ്ങനെ കാണുന്നത്. പക്ഷെ ഇത് നല്ല ഓറഞ്ച് കളറാണ് നമ്മുടെ ജാം. നമ്മുടെ ഓറഞ്ച് കളർ എസൻസ് ആണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് ഓറഞ്ച് കളറ്, നല്ല ഓറഞ്ച് കളർ തന്നെയായിട്ട് ഉണ്ട്. ഇത് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ അതിൽ മുന്തിരിയൊക്കെ ഇതിൽ ഓരോരോ ഇതിൽ ഇങ്ങനെ നമുക്ക് ഉണ്ടാവും കേട്ടോ. ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ ജാം. സാധാരണ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ജാമിന്റെ രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ടേസ്റ്റും അതേ ടേസ്റ്റ് തന്നെയാണ്. ഇപ്പൊ ബ്രെഡൊക്കെ കുട്ടികൾക്ക് നമ്മൾ ബ്രെഡൊക്കെ വാങ്ങിക്കുമ്പോൾ ജാമിന് വെറുതെ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള പപ്പായ വെച്ചിട്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജാമുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.